പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, പല റിലേഷൻഷിപ്പിലും ഭാര്യമാര് ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു. അപ്പൊ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാമോ, ഇവരുടെ ശരിക്കും പറഞ്ഞ പ്രോബ്ലം എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോബ്ലം അവരുടെ അല്ല, നിങ്ങളൊരു ഇൻകൺസിസ്റ്റൻസിയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഒരു ദിവസം നിങ്ങൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യും, ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ കണ്ട ഭാവം നടിക്കില്ല. ഇങ്ങനെ ആ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് അല്ലാതെ വരുമ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. അതാണ് മേജർ ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കാര്യം എന്താ, ഒന്ന് ശരിക്കും ഇമോഷണലി കൺസിസ്റ്റൻസി ഇല്ലാതെ വരുമ്പോൾ, ഇൻകൺസിസ്റ്റന്റ് ആവുമ്പോൾ പങ്കാളിയുടെ പെരുമാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചൂടാവുന്നു, നാളെ നന്നായിട്ട് പെരുമാറുന്നു, ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ഭാര്യക്ക് മനസ്സിൽ തോന്നുവേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. അപ്പൊ മനസ്സ് തന്നെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ അതൊരു ഓവർ തിങ്കിങ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ മോഡാണ്. അതൊരു ബലഹീനതയല്ല എന്ന് മനസ്സിലാക്കുക. ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ മനസ്സ് ശരിക്കും ഇങ്ങനെ അതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ടൊരു സ്നേഹം കൊടുക്കുവാണ്, എല്ലാ ദിവസവും നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവരെ കെയർ ചെയ്യുവാണ്. അപ്പൊ അവർക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുവാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് റിലേഷൻഷിപ്പിലും വലിയ വലിയ സമ്മാനങ്ങൾ, അതായത് ഡയമണ്ട് മാല, എല്ലാ ദിവസവും ലക്ഷറിയസ് ആയിട്ടുള്ള ട്രിപ്സ്, ഇതൊന്നും അല്ല വേണ്ടേ. നമ്മളെ സംബന്ധിച്ച് ഒരു കപ്പലണ്ടി മേടിച്ചു കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കഴിക്കാൻ, അവളുമായിട്ട് ഒത്തിരി നേരം വർത്താനം പറയാൻ, ഒന്ന് അടുത്തടുത്ത് ഇരുന്ന് സംസാരിക്കാൻ, അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഒരു സുരക്ഷിതത്വവും ഒക്കെ നൽകിയാൽ, അത് എവറി ഡേ നിങ്ങൾ അങ്ങനെയുള്ള രീതിയിലേക്ക് സ്ഥിരതയുള്ളവരാണെങ്കിൽ പെണ്ണുങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ പെരുമാറ്റത്തിലെ ഒരു റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലാരിറ്റി ആണ്, അല്ലെങ്കിൽ മാറ്റങ്ങളാണ് സ്ത്രീകളെ അവരുടെ സമാധാനം കളയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. എന്താണ്, ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ പങ്കാളിക്ക് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ട്, അവർക്ക് ശരിക്കും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ണർ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷിതത്വവും സ്നേഹവും പരിഗണനയും ഫോക്കസും ഒക്കെ കൊടുക്കണമെങ്കിൽ ആ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും മാജിക്കലി ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ഈ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈഫ് കോച്ച് ഷീജയുടെ കൗൺസിലേഴ്സുമായിട്ട് തെറാപ്പിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ബയോയിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്.